ഉത്തർപ്രദേശിൽ നിന്നും ബി.ജെ.പിയെ തൂത്തുവാരി പുറത്തിടാൻ വമ്പൻ പദ്ധതികളുമായി കോൺഗ്രസ് മുന്നോട്ട് വരികയാണ്. അല്ലെങ്കിൽ തന്നെ നടുവൊടിഞ്ഞിരിക്കുന്ന ഉത്തർപ്രദേശ് ബി.ജെ.പിയെ ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത വിധം അടിച്ചിരുത്താനാണ് കോൺഗ്രസ് ഇതിലൂടെ പദ്ധതിയിടുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഏറെ ആത്മവിശ്വാസം പകർന്ന സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ്. ബി.ജെ.പിക്കും എൻ.ഡി.എക്കും തിരിച്ചടി നൽകിയതിനൊപ്പം ഇന്ത്യ മുന്നണിക്ക് മികച്ച വിജയം കൈവരിക്കാൻ പറ്റി. അധികാര തുടർച്ച കിട്ടിയെങ്കിലും രാമക്ഷേത്രമടക്കം ഉയർത്തിയിട്ടും യു.പിയിലുണ്ടായ തിരിച്ചടി ബി.ജെ.പിക്കും എൻ.ഡി.എക്കും കനത്ത ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കിയത്. അധികാരത്തിലേറിയിട്ടും യു.പിയിലെ തിരിച്ചടി ബി.ജെ.പിക്കുള്ളിൽ പലതരത്തിൽ പൊട്ടിത്തെറിക്കിടയാക്കിയിരുന്നു. 2 മാസം പിന്നിട്ടിട്ടും അതിന്റെ അനുരണനങ്ങൾ ഇനിയും പാർട്ടിയിൽ കെട്ടടങ്ങിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ദളിത്, മുസ്ലിം, ന്യൂനപക്ഷ വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. യു.പിയിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് കോൺഗ്രസ് തുടക്കം കുറിച്ചു. പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ ഉപസംവരണം, വഖഫ് ഭേദഗതി ബിൽ, ജാതി സെൻസസ് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയാണ് കോൺഗ്രസ് ക്യാമ്പയിൻ നടത്തുന്നത്. കേന്ദ്ര സർക്കാർ നടപടിയിൽ വിവിധ വിഭാഗങ്ങൾക്കുള്ള പ്രതിഷേധവും അമർഷവും കൂടുതൽ ചർച്ചയാക്കാനും ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കാനുമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ദളിത്, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ, മുസ്ലിം വിഭാഗം എന്നിവർക്കിടയിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കുകയാണ് ലക്ഷ്യം. വെള്ളിയാഴ്ച ആരംഭിച്ച ക്യാമ്പയിൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാനുള്ള നിയമം പാർലമെന്റ് പാസാക്കി 25 വർഷം തികയുന്ന സെപ്റ്റംബർ 11-നാണ് സമാപിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയത് ശരിയാണെന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പാർലമെന്റിൽ നടക്കുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞു. ബി.ജെ.പി അധികാരത്തിലെത്തിയാൽ ഭരണഘടനാപരമായ അടിസ്ഥാന അവകാശങ്ങൾ വെല്ലുവിളിക്കപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ജാതി സെൻസസ്, വഖഫ് ഭേദഗതി ബിൽ, SC/ST സംവരണത്തിലെ ഉപസംവരണം എന്നിവയെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഈ സമുദായങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പിന്തുണ നൽകിയവരാണ്. അതിനാൽ അവരുടെ പ്രശ്നങ്ങൾ ചർച്ചയാക്കുകയും അവർക്കൊപ്പം നിൽക്കേണ്ടതും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ് കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. 2019 യു.പിയിലെ പട്ടികജാതി സംവരണമുള്ള 17 ലോക്സഭാ സീറ്റുകളിൽ 14-ലും ബി.ജെ.പി ആയിരുന്നു വിജയിച്ചത്. എന്നാൽ ഇക്കുറി അത് 8 സീറ്റിൽ ഒതുങ്ങി. 7 മണ്ഡലങ്ങളിൽ SP ജയിച്ചു. കോൺഗ്രസും ആസാദ് സമാജ് പാർട്ടിയും ഓരോ സീറ്റുകളിലും ജയിച്ചു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതോടെ പൂർണ്ണമായും ബി.ജെ.പിയെ ഇല്ലാതാക്കാൻ ഉണർവോടെ, ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ അവിടെ എങ്ങും കാണാം. ഇത് യോഗി ആദിത്യനാഥിന്റെ ബി.ജെ.പിയെ ഉത്തർപ്രദേശിൽ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഉത്തർപ്രദേശ് ബി.ജെ.പിക്ക് കൈവിട്ടാൽ പിന്നീട് രാജ്യത്തിന്റെ ഭരണം അവർ സ്വപ്നം പോലും കാണേണ്ടതില്ല. കാരണം യു.പി പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ. കോൺഗ്രസിന്റെ യു.പിയെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള പദ്ധതികൾ ഫലം കാണുമോ എന്ന് കാത്തിരുന്ന് കാണാം.